വയനാട് ലോക ശ്രദ്ധാമണ്ഡലം. ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകളുടെ യഥാർത്ഥ രാഷ്ട്രീയ തുടക്കമണ്ഡലം വയനാട്ടിൽ നിന്ന്. വയനാട്ടുകാർ ആഘോഷിക്കുന്നു. കുടുംബാധിപത്യം അപ്രസക്തം. ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകളായ പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനവും ജനപ്രതിനിധിയാകാനുള്ള കന്നി അംഗവും വയനാട്ടിൽ നിന്ന്. കുറേ വർഷങ്ങളായി പ്രിയങ്ക ഗാന്ധിയെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ രാജ്യത്തെ നാനാഭാഗത്തു നിന്നും സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും ചെവിക്കൊള്ളാതെ മാറി നിൽക്കുകയായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും യുപിയിൽ നിന്ന് മത്സരിക്കാൻ പാർട്ടിയിൽ നിന്നും അണികളിൽ നിന്നും സമ്മർദ്ദം ശക്തമായിരുന്നതാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിയും കണക്കിലെടുത്തുമാണ് മത്സരിക്കാൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചതായി പറയുന്നത്. ആസന്നഘട്ടത്തിൽ സഹോദരനെ കൈകൊടുത്ത വയനാടുകാരോട് വിലമതിക്കാത്ത സ്നേഹ ആദരവുണ്ട്. അപ്പോഴും രാജ്യത്തെ മാറിയ സാഹചര്യത്തിൽ വലിയ അപകടത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ ഓരോ ഭാരതീയനുടെയും കടമയാണെന്ന് തിരിച്ചുവരവും രാഹുലിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച വയനാടുകാരോട് എനിക്കും രാഹുൽ ഗാന്ധിക്കും ഉള്ള നന്ദിയും വിശ്വാസവും ഊട്ടി ഉറപ്പിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അതിന് പ്രാധാന്യം നൽകിയാണ് ഞാൻ മനസ്സുമാറ്റി വയനാട്ടിൽ മത്സരിക്കാൻ തയ്യാറായതെന്ന് പ്രിയങ്ക പറയുന്നു. ഇനി മുതൽ വയനാട്ടുകാർക്ക് 2 എംപിമാരുണ്ടാകും. ദേശീയ തലത്തിലും സംസ്ഥാന തലങ്ങളിലും നിന്നും, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് BJP-യേക്കാൾ കൂടുതൽ എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഇന്ത്യ മുന്നണിയിലാണെന്ന് പറയുമ്പോഴും ഓരോ ഘട്ടത്തിലും രാഹുൽ ഗാന്ധിക്കെതിരെ അപവാദങ്ങൾ പ്രചരിപ്പിച്ചു വരികയാണ്. DNA പരിശോധന അടക്കം മോശമായ പദപ്രയോഗങ്ങൾ ഇവരിൽ നിന്ന് നേരിടേണ്ടി വന്നിരുന്നു. കോൺഗ്രസ് മുക്ത കേരളമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവർ ഭരണകക്ഷി തന്നെയാണെന്ന് കോൺഗ്രസ്സുകാർ ചൂണ്ടിക്കാട്ടുന്നു. അതിനെല്ലാം പ്രോത്സാഹനം നൽകി സന്തോഷിപ്പിച്ചു വരികയാണ് മുഖ്യമന്ത്രി എന്നും കോൺഗ്രസ്സുകാർ ആക്ഷേപം ഉന്നയിക്കുന്നു. കേരളത്തിലെ BJP-യിൽ നിന്നും CPM-ൽ നിന്നും LDF NDA മുന്നണികളിൽ നിന്നും ശക്തമായ എതിർപ്പുകളും പരാമർശങ്ങളും പ്രസ്താവനകളും പ്രിയങ്ക ഗാന്ധിക്ക് നേരിടേണ്ടി വരുമെന്ന് UDF കണക്കുകൂട്ടുന്നു. എന്തൊക്കെ എതിർപ്പുകൾ വന്നാലും കേരള ചരിത്ര ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് വയനാട്ടുകാർ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇപ്പോൾ തന്നെ UDF പ്രവർത്തകർ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് സജ്ജമായി കഴിഞ്ഞതായാണ് നേതാക്കൾ പറയുന്നത്. എതിരാളികളെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധിയേക്കാൾ ഒരു പടി മുന്നിലായിരിക്കും. ഈ കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയിൽ ഇന്ദിരാഗാന്ധിയെ കാണുന്നതായും ജനങ്ങൾ പറയുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനും സ്മൃതി ഇറാനിയും ചേർന്ന് രാഹുലിനെ വയനാട്ടിൽ നിന്ന് കെട്ടിക്കെട്ടിക്കുമെന്ന് കൊട്ടിഘോഷിച്ച് ഗണപതി വട്ടം വരെയുള്ള തന്ത്രങ്ങൾ പയറ്റി നോക്കിയിട്ടും അവസാനം ഒരു സംസ്ഥാന പ്രസിഡന്റിൽ കെട്ടിവെച്ച കാശ് പോയി എന്നാണ് വയനാട്ടുകാർ ഓർമ്മപ്പെടുത്തുന്നത്. മാസപ്പടി കേസ് മുഖ്യമന്ത്രിക്കും മകൾക്കും ഹൈക്കോടതി നോട്ടീസ്. CMRL എക്സാലോജിക് ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും വീണ വിജയനും ഹൈക്കോടതിയുടെ നോട്ടീസ്. മാത്യു കുഴൽനാടൻ MLA ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയെ തുടർന്നാണ് ഹൈക്കോടതി നോട്ടീസ് നൽകിയിരിക്കുന്നത്. മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് കോടതി വിധിക്കെതിരെ മാത്യു കുഴൽനാടൻ MLA ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. മുഖ്യമന്ത്രിക്കും മകൾക്കും വീണ വിജയനുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി നൽകിയത്. അതാണ് വിജിലൻസ് കോടതി തള്ളിയത്. ഈ വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മാത്യു കുഴൽനാടൻ MLA ഹൈക്കോടതിയെ സമീപിച്ചത്. മാത്യു കുഴൽനാടൻ്റെ ഹർജി പരിശോധിക്കുന്നതിനിടയിലാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചത്. മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനും CMRL അടക്കമുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. കുഴൽനാടൻ്റെ ഹർജിയിലെ ആരോപണങ്ങൾ വെറും ആരോപണങ്ങൾ മാത്രമാണെന്ന്, ആരോപണം തെളിയിക്കാൻ വേണ്ടത്ര തെളിവുകൾ ഹാജരാക്കിയില്ലെന്ന് പറഞ്ഞാണ് വിജിലൻസ് കോടതി മാത്യു കുഴൽനാടൻ്റെ ഹർജി തള്ളിയത്. തൃശ്ശൂരിൽ കോൺഗ്രസ് വിഴുപ്പലക്കൽ തുടരുന്നു. പോസ്റ്റർ മത്സരവും കുറവില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ നാണംകെട്ട തോൽവിയെ തുടർന്ന് കോൺഗ്രസിൽ തമ്മിൽ തല്ലും പരസ്പരം വിഴുപ്പലക്കലും ശക്തമായി തുടരുന്നു. വിവിധ തരത്തിലുള്ള
പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെടുന്നത്. മുൻ MP ടി.എ. പ്രതാപനെതിരെയാണ് DCC ഓഫീസിൽ മതിലും പ്രസ് ക്ലബ്ബ് പരിസരത്തും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. കനത്ത തോൽവിയിൽ പാലക്കാട് MP VK ശ്രീകണ്ഠൻ്റെ നേതൃത്വത്തിൽ അന്വേഷണ കമ്മീഷൻ സിറ്റിംഗ് നടത്താനിരിക്കെയാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നത്. സേവ് കോൺഗ്രസ് ഫോറത്തിൻ്റെ പേരിലാണ് പോസ്റ്റർ. തോൽവിക്ക് ഉത്തരവാദിയായ TN പ്രതാപൻ്റെ പേരിൽ അച്ചടക്ക നടപടി വേണമെന്ന് പോസ്റ്ററിൽ കാണുന്നു. തിരഞ്ഞെടുപ്പും കഴിഞ്ഞു, സ്ഥാനാർത്ഥിയും സ്ഥലം വിട്ടു. പക്ഷേ തൃശ്ശൂരിലെ കോൺഗ്രസിലെ തമ്മിൽ തല്ല് തീരാതെ തുടരുന്നത് നാണക്കേടാണെന്ന് ജനങ്ങൾ വിലയിരുത്തുന്നു. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് നടൻ രമേശ് പിഷാരടി. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വാർത്തകൾ നിഷേധിച്ച് നടനും സംവിധായകനുമായ രമേശ് പിഷാരടി. മത്സരത്തിന് ഇപ്പോഴില്ല, സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പാലക്കാട് ചേലക്കരയിലും വയനാട്ടിലും ഞാൻ ഉണ്ടാകുമെന്ന് പിഷാരടി പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമെന്നാണ് നേരത്തെ വാർത്തകൾ വന്നത്. പിന്നീടാണ് രമേശ് പിഷാരടിയുടെ പേര് പുറത്തു വന്നത്. ആ വാർത്തയാണ് രമേശ് പിഷാരടി തള്ളിയത്. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെപ്പോലെയാണെന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. ഉറ്റ സുഹൃത്തായ ധർമ്മജൻ ബോൾഗാട്ടിയുടെ പരാജയത്തിൻ്റെ നടുക്കം രമേശ് പിഷാരടിക്ക് വിട്ടുമാറിയിട്ടില്ല എന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ പാലക്കാട് രമേശ് പിഷാരടി മത്സരിച്ചാൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു. പാലക്കാട് BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണെന്നും വാർത്തകൾ വരുന്നു. പാലക്കാട് മത്സരിക്കാനില്ലെന്ന് K. മുരളീധരനും വ്യക്തമാക്കി. വട്ടിയൂർക്കാവ് എൻ്റെ കുടുംബമാണെന്നും പറഞ്ഞു.